നമസ്കാരം. തിരുവനന്തപുരം മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. കൗൺസിലിംഗ് കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് കുടുംബശുശ്രൂഷ. കുടുംബശുശ്രൂഷയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സൈക്കോ സ്പിരിച്വൽ സെന്റർ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ അംഗീകാരത്തോടെ നടത്തുന്ന കൗൺസിലിംഗ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ജനുവരി 17 ബുധനാഴ്ച രാവിലെ സെന്റ് ജിയന്ന ഹാളിൽ നടന്ന ചടങ്ങിൽ അതിരൂപതാ സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് പിതാവിൽ നിന്നാണ് കൗൺസിലെ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചത്. സർക്കാർ അംഗീകൃതമായ സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നീ 2 കൗൺസിലിംഗ് കോഴ്സുകളാണ് സൈക്കോ സ്പിരിച്വൽ സെന്റർ നടന്നുവരുന്നത്. സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ 10ാമത്തെ ബാച്ചിലെയും ഡിപ്ലോമ കോഴ്സിന്റെ 4ാമത്തെ ബാച്ചിലെയും 24 പേരാണ് കോഴ്സ് പൂർത്തിയാക്കിയത്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സെന്ററുകളിലൊന്നാണ് കുടുംബ ശുശ്രൂഷയിലെ സൈക്കോ സ്പിരിച്വൽ സെന്റർ. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന് പുതിയ ഭാരവാഹികൾ. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ KRLCC അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. എറണാകുളം ആശീർ ഭവനിൽ ചേർന്ന 42ാമത് ദ്വിദിന ജനറൽ കൗൺസിൽ യോഗത്തിലായിരുന്നു അടുത്ത 3 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. നിലവിലെ വൈസ് പ്രസിഡന്റും സമുദായ വക്താവുമായ ജോസഫ് ജൂഡ് വീണ്ടും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സിസ്റ്റർ ജൂഡി BS റിലീജിയൻസ് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാരായി KLCA തിരുവനന്തപുരം അതിരൂപതാ പ്രസിഡന്റ് പാട്രിക് മൈക്കിൾ, പ്രബലദാസ്, മെറ്റിൽഡ മൈക്കിൾ എന്നിവരെയും തിരഞ്ഞെടുത്തു. ബിജു ജോസിയാണ് ട്രഷറർ. KRLCBC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന് മുമ്പാകെ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ജീവിതാഭിമുഖ്യ സെമിനാർ സംഘടിപ്പിച്ച് പുല്ലുവിള ഫെറോന അജപാലന സമിതി. പുല്ലുവിള ഫെറോന അജപാലന ശുശ്രൂഷാ സമിതി ജീവിതവിളി എന്ന വിഷയത്തിൽ ജീവിതാഭിമുഖ്യ സെമിനാർ നടത്തി. SSLC മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്കായി നടന്ന സെമിനാറിൽ ഫെറോന വികാരി റവറൻഡ് ഫാദർ സിൽവസ്റ്റർ കുരിശ് ക്ലാസിന് നേതൃത്വം നൽകി. കുടുംബ ശുശ്രൂഷ ഫെറോന കോർഡിനേറ്റർ റവറൻഡ് ഫാദർ ജേക്കബ് സ്റ്റെല്ലസ് ഉദ്ഘാടനം ചെയ്തു. കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ മക്കളില്ലാത്ത ദമ്പതികൾക്കായി ധ്യാനമൊരുക്കുന്നു. കുടുംബങ്ങളുടെ ശാക്തീകരണവും വീണ്ടെടുക്കുമെന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന അതിരൂപതയിലെ കുടുംബ പ്രേക്ഷിത ശുശ്രൂഷ മക്കളില്ലാത്ത ദമ്പതികൾക്കായി ധ്യാനമൊരുക്കുന്നു. കഴക്കൂട്ടം മേനംകുളത്ത് പ്രവർത്തിക്കുന്ന അതിരൂപതയുടെ അനുഗ്രഹവോൻ ധ്യാന കേന്ദ്രത്തിലാണ് ധ്യാനം നടക്കുന്നത്. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് 5 വർഷം കഴിഞ്ഞിട്ടുള്ള മക്കളില്ലാത്ത ദമ്പതികളാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടത്. 2024 ഫെബ്രുവരി 10 ശനിയാഴ്ച രാവിലെ ആരംഭിച്ച് 11 ഞായർ വൈകുന്നേരം 4 മണിക്ക് സമാപിക്കും. 200 രൂപയാണ് ഒരു വ്യക്തിക്കുള്ള രജിസ്ട്രേഷൻ ഫീസ്. 80 പേർക്ക് പങ്കെടുക്കാനുള്ള ക്രമീകരണങ്ങളാണുള്ളത്. പങ്കെടുക്കുന്നവർ 9387296213 എന്ന നമ്പറിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഹോം മിഷൻ തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി കഴക്കൂട്ടം സെന്റ് ജോസഫ് ഇടവക. കഴക്കൂട്ടം ഫെറോനയിലെ സെന്റ് ജോസഫ് ഇടവകയിൽ 5 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഹോം മിഷന്റെ തുടർ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നിലവിലെ പാരിഷ് കൗൺസിൽ യോഗം ചേർന്നു. ഇടവക വികാരി ഫാദർ ദീപക് ആൻഡോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിശിഷ്ടാതിഥിയായി അതിരൂപത BCC എക്സിക്യൂട്ടീവ് സെക്രട്ടറി ഫാദർ ഡാനിയൽ R പങ്കെടുത്തു. ഹോം മിഷൻ നടപ്പിലാക്കിയ വർഷങ്ങൾ കഴിഞ്ഞിട്ടും 3ാം ഘട്ടമായി തുടർ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഇടവകകൾക്ക് വലിയ പ്രചോദനമായി മാറുകയാണ് കഴക്കൂട്ടം സെന്റ് ജോസഫ് ഇടവക. മറ്റ് ഇടവകകളും ഈ മാതൃക ഉൾക്കൊണ്ട് പുതിയ പ്ലാനിംഗ് ബജറ്റുകൾ രൂപീകരിക്കാൻ പോകുന്ന ഈ അവസരത്തിൽ കുടുംബ കേന്ദ്രീകൃത അജപാലന പ്രവർത്തനമായ ഹോം മിഷൻ നിരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകി ശക്തിപ്പെടണമെന്ന് ഫാദർ ഡാനിയൽ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.